നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിലേറിയ 3 സംസ്ഥാനങ്ങളായ മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെന്ന് വിലയിരുത്തൽ. കഴിഞ്ഞ സാമ്പത്തിക വർഷം ചെലവിനത്തിലേക്ക് നീക്കിവച്ചിരുന്ന ഫണ്ടിന്റെ പകുതിയിലധികവും ബിജെപി സർക്കാരുകൾ ചെലവഴിച്ചിരുന്നു. അടുത്തിടെ അധികാരമേറ്റ കോൺഗ്രസ് സർക്കാരുകൾക്ക് അത് വലിയ തിരിച്ചടിയായി മാറി. എന്നാൽ പ്രഖ്യാപിത പദ്ധതികളിൽ നിന്നും പിന്നോട്ടില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കോൺഗ്രസ് ഭരണകൂടം. കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ കോടികൾ ചെലവാകുന്ന പദ്ധതികളായിരുന്നു പ്രഖ്യാപിച്ചത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കാർഷിക കടങ്ങൾ എഴുതിത്തള്ളുമെന്നതായിരുന്നു. എന്നാൽ അധികാരമേറ്റ് മണിക്കൂറുകൾക്കുള്ളിൽ കോൺഗ്രസ് വാക്കുപാലിക്കുകയും ചെയ്തു. ഇപ്പോൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് കോൺഗ്രസ് സർക്കാരുകൾ. ഇത്തരത്തിലുള്ളൊരു പ്രതിസന്ധിയുണ്ടാകാനുള്ള പ്രധാന കാരണം ഇതാണ്. കഴിഞ്ഞ ബജറ്റിൽ അനുവദിച്ച ഫണ്ടിന്റെ 70% ബിജെപി സർക്കാരുകൾ ചെലവഴിച്ചിരുന്നു. ബാക്കി 30% മാത്രമാണുള്ളത്. കർഷകരുടെ വായ്പ എഴുതിത്തള്ളിയതോടെ വലിയ ഫണ്ട് നീക്കിവെക്കേണ്ടി വന്നു. നടപ്പ് സാമ്പത്തിക വർഷം ഇനിയും മാസങ്ങൾ ബാക്കിയാണ്. മധ്യപ്രദേശിൽ കാർഷിക വായ്പ എഴുതിത്തള്ളിയതിലൂടെ സർക്കാരിന് ചെലവായത് 38,000 കോടി രൂപയാണ്. രാജസ്ഥാനിൽ 18,000 കോടി ചെലവാകും. ഛത്തീസ്ഗഡിൽ 6,100 കോടി രൂപയും ഈ ഇനത്തിൽ മാറ്റിവെക്കേണ്ടി വന്നു. ഈ സാഹചര്യത്തിൽ ബദൽ മാർഗം തേടുകയാണ് കോൺഗ്രസ്.